ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അതെ, ഇപ്പം സമയം 8:30 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചെറിയൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ചെറിയൊരു ഹെൽപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഈ ഹെൽപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് 4:30 വരെയാട്ടോ. 4:30 വരെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ എങ്ങനെയാന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നു വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ എനിക്കിന്നൊരു ഷൂട്ടുണ്ട്, ഒരു ചാനലിൻ്റെ ഒരു ഷൂട്ടാണ്. ചാനലിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ഷൂട്ട് ടൈം തന്നിരിക്കുന്നത് വൈകിട്ട് 6:30-ക്കാണ്. എനിക്ക് ടൈം തന്നതല്ല കേട്ടോ, ഞാൻ അവർക്ക് ടൈം കൊടുത്തിരിക്കുന്നത് 12 മണി 6:30 ഈ 2 ടൈമായിരുന്നു ഫ്രീ ആയിട്ടുള്ളത്. ആദ്യം 12 മണി സെലക്ട് ചെയ്തു, പിന്നീട് ഞാനത് 6:30 ആക്കിയതാണ്. അപ്പം ഞാൻ അതിനിടാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോസ്റ്റ്യൂം സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ചപ്പം എനിക്കൊരു തോന്നൽ, അത് വേണ്ട, വേറെ മാറ്റിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേറെ മാറ്റിയാലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കാം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് അതിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഏത് കോസ്റ്റ്യൂം ഇടണം എന്നുള്ളത് കോസ്റ്റ്യൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതിൽ ഏത് ഇടണം എന്നുള്ളത്. കാരണം എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളെല്ലാവരും കൂടിയാണ്, ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ അഭിപ്രായം നിങ്ങളോട് ചോദിക്കുന്നതിൽ നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തതല്ല, മേടിച്ചത് ഈ ഒരു ഗൗൺ പോലെയുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഇതായിരുന്നു ഞാൻ ഇതിലേക്ക് മേടിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരാലോചന, ഇവിടെ എടുക്കാത്തൊരു 3 ധാവണി കിടപ്പുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു 3 ധാവണി. അപ്പം അതിലൊന്ന് ഞാൻ സെലക്ട് ചെയ്തു, 3 1 ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു അതും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ. ഈ ഗൗൺ ഇടണോ അല്ലെങ്കിൽ ധാവണി ഇടണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എനിക്ക് ധാവണിയുടെ ക്രേസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ധാവണി കാണുമ്പോൾ മേടിച്ച് വെക്കാറുണ്ട്. ധാരണ ചെയ്തിട്ടൊക്കെ എടുക്കണം കേട്ടോ, നിനക്കതാണ് മച്ചാ, മച്ചാ ചെയ്യാൻ. ഇതാണ് സ്കേർട്ട് വരുന്നത്. ഇത് അളമറയിൽ ചുറ്റിക്കുട്ടി വെച്ചിട്ടാട്ടോ ഇങ്ങനെ. പുതിയ സാധനമാണ്, ക്രിസ്റ്റ ജീൻ്റെ മോൾ അവിടെ ഉണ്ടാവും. സംഗീത് സേക്ക്. അപ്പോൾ ഇതാണ് സ്കേർട്ട് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാണ്. ഇതിന് സൈഡിലാക്കുന്നുണ്ട് സിബ് വരുന്നത്, സൈഡ് സിബാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ സ്കേർട്ടും ഞാൻ എടുത്ത ഗൗണിൻ്റെ സ്കേർട്ടും ദുപ്പട്ടയും ഒരേ ഗൗണും സ്കേർട്ട് ഉണ്ടാവില്ലല്ലോ. ഇതിൻ്റെ ദുപ്പട്ടയും നമ്മുടെ ഗൗണിൻ്റെ ദുപ്പട്ടയും സെയിം ഏകദേശം ഒരു കളറിൽ തന്നെയാണ്. സെയിം കളർ എന്ന് പറയാനൊന്നുമില്ല. ഇതാണ്. അപ്പം ഏതാണ് ധാവണിയാണോ എനിക്ക് സുട്ടാവുക അല്ലെങ്കിൽ ഗൗണാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചേക്കാമെന്ന് കരുതി. ഈ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ജയറാം പറയുന്നൊരു ഡയലോഗുണ്ട്. ഈ ബസ്സിൽ ടൂറ് പോകുന്ന സമയത്തേ ഇവിടം വരെ മാത്രമേ നാട്ടുകാർ കാണുള്ളൂ. അപ്പം നല്ല സാരി എടുത്താലും മോശം സാരി എടുത്താലും ഇവിടുന്ന് ഇവിടം വരെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീനുണ്ട് അതിൽ. അതേപോലെ തന്നെയാണ് ഇന്റർവ്യൂവിൽ ഏകദേശം ഇത്ര മാത്രമേ നമ്മളെ കാണുള്ളൂ. അതിന് ധാവണി ഇട്ടിട്ട് പോകണോ
അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗൺ ഇട്ടിട്ട് പോകണോ എന്ന് ഒരു സംശയം. ഗൗൺ എന്താ പറയുക, അനാർക്കലി അനാർക്കലി അല്ലേ? എന്തോ എനിക്ക് കറക്റ്റ് പറയാനറിയാത്ത കാര്യം നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് പറയുന്നത്. ഇപ്പം പറയും അതിൻ്റെ ഇത് പറയാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത്ര ഒരു പോർഷൻ മാത്രമേ നമ്മളുടെ കാണുള്ളൂ, ഫുൾ സൈസ് ഒന്നും കാണത്തില്ല. അവർ ഹാഫായിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഇൻ്റർവ്യൂ എല്ലാവരും കാണുന്നതല്ലേ. അപ്പം അതിൽ ധാവണിയാണോ ഇടേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗൺ ടൈപ്പാണോ ഇടേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട്, ധാവണിയാണെങ്കിൽ ധാവണി, ഗൗൺ ആണെങ്കിൽ ഗൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അതിനനുസരിച്ച് എനിക്ക് ക്വസ്റ്റ്യൻ മാറാമായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഉണ്ടാകുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം, ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്മലൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്മൽ സെലക്ട് ചെയ്ത് വെച്ചത് ഇതാണ്. അപ്പോൾ ഈ കമ്മലിനും കൂടി നിങ്ങൾ ഒന്ന് പരിഗണിക്കണം. കാരണം കമ്മൽ ധാവണിക്കാണോ, മറ്റേ ഇവളെ പോലെ ശോഭന ഉണ്ടല്ലോ അത് സിനിമയിൽ. പിന്നെ ഉള്ളത് ഇതാണ്, പൂമ്പുള്ളിമാനായി നീ എൻ്റെ ഒരു കമ്മല് ഇതോടെ ഇതാണ്, ഒരു മുദ്ര ദേ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത്. ഇത് ധാവണിക്കാണെങ്കിലും ഗൗൺ തന്നെ ആണെങ്കിലും നന്നായിട്ട് സൂട്ടാവുന്നൊരു സംഭവമാണ്. നല്ലൊരു എന്താ പറയുക, മിറർ വർക്കൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇത് കുഴപ്പമില്ല. ഇതൊക്കെ വെയിറ്റ് ഇല്ലാത്തതാട്ടോ. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും നല്ല വെയിറ്റ് ഉണ്ടെന്ന്. ഇതൊക്കെ വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ് കമ്മൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിലേതാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ ഏതാണ് ഇടേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതും 4:30 മണി വരെ സമയമുള്ളൂ. എനിക്ക് 5:30 ആകുമ്പോഴേക്ക് റെഡി ആയാൽ, റെഡി ആയി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 6:30 ആകുമ്പോഴേക്ക് കോഴിക്കോട് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടത്തുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ 4:30 മണി വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് കമൻ്റ് ഇടുക. ദയവ് ചെയ്ത് തെറി വിളിക്കരുത്, ഒരു റിക്വസ്റ്റാണ്. അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ഇത്രയും പെട്ടെന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റിസ്.